students, today we are going to discuss about the question paper discussion related to the chapter index number. Index number ആയിട്ടുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള question paper discussion ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. Which of the following is known as the cost of living? കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഇതിലേതാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ്, ഓൾ ദി അബവ്. അപ്പോൾ ഇവിടെ ഓൾ ദി അബവ് വരില്ല. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻഡെക്സ് നമ്പർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ. ഇൻഡെക്സ് നമ്പർ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ പ്രൈസ്, ക്വാണ്ടിറ്റി, വോളിയം, ഓൾ ദി അബവ്. അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റഡ് ഫോർ ഇതിലുള്ള ചേഞ്ചസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓൾ ദി അബവ്. ദെൻ in 2017 the prices of oil increased by 30% compared to 2010. Identify the base year and the current year. തന്നിരിക്കുന്നതിൽ ബേസ് ഇയർ ഏതാണ്, കറണ്ട് ഇയർ ഏതാണ്? അപ്പോൾ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ 2010, ദെൻ കറണ്ട് ഇയർ എന്ന് പറയുന്നത് 2017. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ് ദ ചേഞ്ചസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. ജനറൽ പ്രൈസ് ലെവലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ്, ഓൾ ദി അബവ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പൊക്കെ വളരെ ശ്രദ്ധിക്കണം. ജനറൽ പ്രൈസ് ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ആൻസർ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, ആൻ ഇൻഡെക്സ് നമ്പർ വിച്ച് അക്കൗണ്ട് ഫോർ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഐറ്റംസ് is known as. An index number which account for the relative importance of the items is known as weighted index, simple aggregate index, simple average of relatives, all the above. അപ്പോൾ നമ്മൾ an index number which account for the relative importance of the item, ഐറ്റത്തിൻ്റെ റിലേറ്റീവ് ഇമ്പോർട്ടൻസിന് ആ ഐറ്റത്തിൻ്റെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെയ്റ്റഡ് ഇൻഡെക്സിൽ വരുന്നതാണ്. ദെൻ മോസ്റ്റ് ഓഫ് ദ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ്, ദ വെയ്റ്റ് പെർറ്റെയിൻ ടു എന്താ, കറണ്ട് ഇയർ ആണോ, ബേസ് ഇയർ ആണോ, ബോത്ത് ബേസ് ആൻഡ് കറണ്ട് ഇയർ ആണോ, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ വെയ്റ്റ് കാണിക്കുന്നത്, പൊതുവെ കാണിക്കുന്നത് കറണ്ട് ഇയർ ആണ് അല്ലേ. ദ മോസ്റ്റ് ഓഫ് ദ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ, ദ വെയ്റ്റ് പെർറ്റെയിൻ ടു കറണ്ട് ഇയർ. ദെൻ seventh question, the impact of the changes in the prices of the commodity with a little weight in the index will be small. Like the impact of change in the prices of the commodity with a little weight in the index will be small ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then question number 8, consumer price index measures the changes in the retail price, wholesale price, പ്രൊഡ്യൂസേഴ്സ് പ്രൈസ്. കൺസ്യൂമർ പ്രൈസ് ആകുമ്പോൾ ഏത് പ്രൈസ് ആയിരിക്കും? റീറ്റെയിൽ പ്രൈസ് ആയിരിക്കും. കൺസ്യൂമർ പ്രൈസ് ആണെങ്കിൽ റീറ്റെയിൽ പ്രൈസ് ആയിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, ദ ഐറ്റം ഹാവിംഗ് ദ ഹയസ്റ്റ് വെയിറ്റ് ഇൻ ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെ ഹയസ്റ്റ് വെയിറ്റ് ഏതിലായിരിക്കും? അവരുടെ ഫുഡിനായിരിക്കും. ഫുഡ് ഐറ്റത്തിനായിരിക്കും അവർക്ക് കൂടുതലായിട്ട് വെയിറ്റ് കൊടുക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10 വരുന്നത്, ഇൻ ജനറൽ ഇൻഫ്ലേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ. നമ്മുടെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ മറ്റൊരു പേര് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്, അതല്ലെങ്കിൽ ഈസ് എ പ്രൈസ് ഡീഫ്ലേറ്റർ ഓർ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇത് അനദർ നെയിം ഓഫ് ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈസ് പ്രൈസ് ഡീഫ്ലേറ്റർ ഓഫ് ഇൻകം ഓർ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്നൊക്കെ രീതിയിൽ പറയാറുണ്ട്. വാട്ട് ഈസ് എ ബേസ് പീരിയഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേസ് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് പീരിയഡ് ഈസ് ദ റെഫറൻസ് പീരിയഡ് വിത്ത് വിച്ച് ദ കറണ്ട് പീരിയഡ് ഈസ് കമ്പയർഡ്. ഇപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഇയർ ആയിരിക്കും ഇതിൽ ഇൻഡെക്സ് തരിക. കറണ്ട് ഇയർ അല്ലേ, കറണ്ട് ഇയറും തരും, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ഇയറും അതേപോലെ തന്നെ ബേസ് ഇയറും. കറണ്ട് ഇയറും ബേസ് ഇയർ, കോൺസ്റ്റന്റ് പ്രൈസ് ആൻഡ് കറണ്ട് പ്രൈസ് എന്നുള്ള രീതിയിലുണ്ട്. കോൺസ്റ്റന്റ് പ്രൈസിന് മറ്റൊരു ടേമാണ് ബേസ് ഇയർ പ്രൈസ്, കറണ്ട് ഇയർ ഉണ്ട്. അപ്പോൾ ഇതിലിവിടെ ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ബേസ് പീരിയഡ്? ബേസ് പീരിയഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ കറണ്ട് പീരിയഡ് ഈസ് കമ്പയർഡ് അല്ലേ. നമ്മൾ കറണ്ട് പീരിയഡ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാലഘട്ടത്തെയാണ്, പീരിയഡിനെയാണ് ബേസ് പീരിയഡ് എന്ന് പറയുന്നത്. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇൻഡെക്സ് നമ്പർ ആർ വെരി യൂസ്ഫുൾ ഇൻ ഡീഫ്ലാറ്റിംഗ്. എക്സ്പ്ലെയിൻ അല്ലേ. നമ്മുടെ ഡീഫ്ലാറ്റിങ്ങിന് വളരെ യൂസ്ഫുൾ ആണ് ഇൻഡെക്സ് നമ്പർ. എന്താണ് അതിന് കാരണം എന്ന് പറയുന്നത്? ദ ഇൻഡെക്സ് നമ്പർ വെരി യൂസ്ഫുൾ ഇൻ ഡീഫ്ലാറ്റിംഗ്. ദേ ആർ വെരി യൂസ്ഫുൾ ഫോർ അഡ്ജസ്റ്റിംഗ് ഒറിജിനൽ ഡാറ്റ ഇൻ ടു റിയൽ വാല്യൂസ് അല്ലേ. ദേ ആർ വെരി യൂസ്ഫുൾ ടു അഡ്ജസ്റ്റ് എന്താണ് ഒറിജിനൽ വാല്യൂവിനെ റിയൽ വാല്യൂ ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇൻഡെക്സ് ഉപയോഗിക്കാറുണ്ട്.
ഫോർ എക്സാമ്പിൾ ദ മണി വേജ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഫോർ നമ്മുടെ രാജ്യത്തുള്ള ഓരോരുത്തരുടെ മണി വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് ഇയർ പ്രൈസിൽ കിട്ടുന്ന എന്താണ് അവരുടെ വേജസ് ആണ്. മണി വേജ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഫോർ ദ പ്രൈസ് ചേഞ്ചസ് ടു ഫൈൻഡ് ഔട്ട് ദ ലെവൽ ഓഫ് റിയൽ വേജ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് ഒരു 1000 രൂപ ഒരു ദിവസം കൂലി കിട്ടുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. എന്നാൽ ഒരു 10 കൊല്ലം മുൻപ് അയാൾക്ക് 1000 രൂപ കൂലി കിട്ടുന്നത് ഇപ്പോൾ 1000 രൂപ കിട്ടുന്നത് തമ്മിൽ വ്യത്യാസമില്ലേ? ഇപ്പോൾ ദ വാല്യൂ ഓഫ് മണി ഡിക്രീസ് ആണ്. അപ്പോൾ നമ്മുടെ മണി വേജും റിയൽ വേജും ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റൈറ്റ് ഡൗൺ ദ യൂസസ് ഓഫ് ദി ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ യൂസസ് ഏതൊക്കെയെന്നുള്ളത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. Wholesale price index number indicate the change in the general price level. General price level വരുന്ന ചേഞ്ച് കാണിക്കാനാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. ദ യൂസസ് ഓഫ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഏതൊക്കെ നോക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വി ക്യാൻ എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സിറ്റുവേഷൻ. ഫ്യൂച്ചർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സിറ്റുവേഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നതിന്, എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് ഇൻ ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ പ്രൈസസ്. നമ്മൾ ഭാവിയിൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവിയിൽ ആ പ്രോഡക്റ്റിന് എത്ര വിലയിടണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ വി ആർ യൂസിങ് ദ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എലിമിനേറ്റ് ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓൺ അഗ്രിഗേറ്റ് സച്ച് ആസ് നാഷണൽ ഇൻകം, ക്യാപിറ്റൽ ഫോർമേഷൻ എക്സെട്ര. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എലിമിനേറ്റ് ദ ഇഫക്റ്റ് ടു ചേഞ്ച്. നമ്മുടെ രാജ്യത്തുള്ള പ്രൈസ് ലെവലിലും അഗ്രിഗേറ്റ് നാഷണൽ ഇൻകത്തിൽ ഇതിലൊക്കെ വരുന്ന ചേഞ്ചസിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഡിഫൈൻ ഇൻഡെക്സ് നമ്പർ. അടുത്ത ചോദ്യമാണ്. ഇൻഡെക്സ് നമ്പർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് ദ ചേഞ്ചസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾ. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ഇൻഡെക്സ് നമ്പർ? 1 മാർക്കോ 2 മാർക്കിനോ രീതിയിൽ ഈ ചോദ്യം വരും. അപ്പം നന്നായിട്ട് പഠിക്കാതെ. മെൻഷൻ ദ ഫോർമുല ഓഫ് അഗ്രിഗേറ്റ് simple aggregate method. Simple aggregate method, P01 is equal to sigma P1 divided by sigma P0 into 100. Equations ഒന്നുകൂടി ശ്രദ്ധിക്കുക. sigma P1 divided by sigma P0 into 100 ആണ് simple aggregate method calculate ചെയ്യേണ്ടത്. Here sigma P is the total current year prices of the different commodities. Sigma P0 is equal to total of the base year prices of the different commodity. അതേപോലെ തന്നെ it helpful to policy makers വളരെ യൂസ്ഫുൾ ആണ്. ഇറ്റ് മേക്ക് ദ കമ്പാരിറ്റീവ് സ്റ്റഡി ഈസി. നമ്മുടെ രാജ്യത്തുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ഒക്കെ ഇൻഡെക്സ് നോക്കുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ദ ജനറൽ ട്രെൻഡ്. നമ്മുടെ എക്കോണമിയിലെ ജനറൽ ട്രെൻഡ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ ബൂമാണോ ഡിപ്രഷൻ ആണോ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇൻഡെക്സ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അതിന് ഇമ്പോർട്ടൻ്റ് ആണ് സെൻസെക്സും അതേപോലെ തന്നെ നിഫ്റ്റി എന്നൊക്കെ പറയും. ഇവിടെ നമുക്ക് അടുത്തൊരു ചോദ്യം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സെൻസെക്സ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നല്ലപോലെ മനസ്സിലാക്കിയെടുക്കുക. സെൻസെക്സ് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് വിത്ത് 1978-79 ആസ് എ ബേസ്. 1978-79 ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കിയിട്ട് ബോംബെയിൽ രൂപീകൃതമായിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇതെന്ന് പറയുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് ദ സെൻസെക്സ് വിത്ത് റെഫറൻസ് ടു ദിസ് പീരിയഡ്. അല്ലേ, ഈ പീരിയഡിലാണ് അത് റെഫറൻസ് ചെയ്യുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 30 സ്റ്റോക്ക് റെപ്രസെൻറ്റഡ് ബൈ 13 സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. നമ്മുടെ എക്കോണമിയിൽ ഡിഫറെൻറ്റ് 13 എക്കോണമിക്ക് അനുസരിച്ച് 30ഓളം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കമ്പനികൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സെൻസെക്സ് റൈസസ് ഇറ്റ് ഇൻഡിക്കേറ്റ്, സെൻസെക്സ് ഉയർന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് the market is doing well and investors expect better earning on their investment. ഇപ്പോൾ സെൻസെക്സ് ഉയർന്നു എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർക്ക് അവർക്ക് അത് എന്താണ് ഇൻകം കൂടുതൽ അവർക്ക് വരുമാനം ഉണ്ടാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ദെൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആർ ദ ഗ്രേറ്റ് ഓഫ് എ ഗ്രേറ്റ് യൂസ്ഫുൾ ബിക്കോസ് ഓഫ് വേരിയസ് റീസൺ. വാട്ട് ആർ ദേ? അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് അതെന്ന് വെച്ച് നമുക്ക് അതിലെ പോയിന്റുകൾ നോക്കാം. ദേ ഡിറ്റർമൈൻ ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി. അല്ലേ, പർച്ചേസിംഗ് പവർ ഓഫ് മണി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ദേ ഹെൽപ്ഫുൾ ടു ഡിറ്റർമൈൻ ദ റിയൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ, ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതകളാണ്. പർച്ചേസിംഗ് പവർ ഡിറ്റർമൈൻ ചെയ്യാൻ, റിയൽ വേജ് ഡിറ്റർമൈൻ ചെയ്യാൻ. ദേ ആർ ഹെൽപ്ഫുൾ ഇൻ ദ വേജ് നെഗോസിയേഷൻ ആൻഡ് വേജ് കോൺട്രാക്ട്. അല്ലേ, എംപ്ലോയറും തമ്മിൽ
വേജിൻ്റെ നെഗോസിയേഷൻ വരാൻ എന്നൊക്കെ കാരണം എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളിപ്പോൾ ഇതിലൂടെ പറഞ്ഞ പോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ദേ ആർ ഹെൽപ്ഫുൾ ഇൻ വേജ് നെഗോസിയേഷൻ ആൻഡ് വേജ് കോൺട്രാക്ട്സ് പറഞ്ഞു. ഫോർത്ത് പോയിന്റ് പറയുന്നത് ദേ ഹെൽപ്പ് ഇൻ ഡിഫ്ലേറ്റിംഗ് ഇൻകം ദ വാല്യൂ ഓഫ് സീരീസ് ഇൻ ദ നാഷണൽ അക്കൗണ്ട്സ്. പിന്നെ അതേപോലെ ഫിഫ്ത്ത് പോയിന്റ് ദേ ഹെൽപ്പ് ദ ഗവൺമെൻറ് ഇൻ ഫോർമുലേഷൻ ഓഫ് വേജ് പോളിസി, പ്രൈസ് പോളിസി കൺട്രോൾ, റെന്റ് കൺട്രോൾ, മേക്കിംഗ് ദ ജനറൽ എക്കണോമിക് പോളിസി. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് ഓഫ് ദ പ്രോഡക്റ്റും പ്രൈസിങ് ഓഫ് എ വേജ് അല്ലെങ്കിൽ റിയൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യാനും മണി വേജ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഇവിടെ ഇൻഡെക്സ് ഉപയോഗിക്കാറുണ്ട്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കാറുണ്ട്. ദെൻ 3 മാർക്ക് ക്വസ്റ്റ്യനിൽ നെയിം ദ ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് ആർ കൺസ്യൂമർ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ്, പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ്, ഇൻഡെക്സ് നമ്പർ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് ഓരോ പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക. ദെൻ ഇവിടെ കൺസ്ട്രക്ട് ദ ഇൻഡെക്സ് നമ്പർ ഫോർ 1991 ടേക്കിംഗ് 1990 ആസ് എ ബേസ് ഇയർ. ഇവിടെ ബേസ് ഇയർ ഇത് തന്നിട്ടുണ്ട്, 1990 ആണ് ബേസ് ഇയർ, കറണ്ട് ഇയർ 1991. എന്നിട്ട് അത് ടോട്ടൽ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. സിഗ്മ P1 എന്ന് പറഞ്ഞാൽ 300, സിഗ്മ P0 ഡിനോട്ടഡ് ആസ് 250 ഇൻറ്റു 100. ഫൈനലി വി ഗോട്ട് ദ ഇൻഡെക്സ് സിമ്പിൾ aggregate price index is equal to 120 എന്ന് കിട്ടി. If the index number above the 100 there is a 20%, നമുക്ക് കൺക്ലൂഷൻ എഴുതാം, there is a 20% increase in the price level comparing to the base year and the current year എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. It shows when compared to 1990 the general price level to 1991 increased by 20%. 100നേക്കാൾ എത്ര കൂടി നോക്കുക, 20%ഓളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. Then question number 3, point out the desirable properties of the base year. ബേസ് ഇയറിനെ കുറിച്ചുള്ള പ്രോപ്പർട്ടീസ് ഒന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞുള്ളത്, അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. ദ ബേസ് ഇയർ ഷുഡ് ബി നോർമൽ ഇയർ, ഒരു നോർമൽ ഇയർ തന്നെയാണ് ബേസ് ഇയർ. എക്സ്ട്രീം വാല്യൂസ് ഷുഡ് നോട്ട് ബി സെലക്റ്റഡ് ആസ് ബേസ് പീരിയഡ്. അപ്പോൾ ഏറ്റവും അതിൽ ഉയർന്ന വാല്യൂസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടില്ല, ബേസ് ഇയർ ആയിട്ട് സെലക്ട് ചെയ്യണമെന്നില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബിലോങ് ടു ടു ഫാർ ഇൻ ദ പാസ്റ്റ്. നമ്മളൊരു കാലഘട്ടത്തിന് കുറേ മുന്നോട്ടുള്ള കാലഘട്ടമായിട്ട് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബേസ് ഇയർ കൊടുക്കാറില്ല. ദെൻ 4 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഇൻഡെക്സ് നമ്പർ? ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്? ഇൻഡെക്സ് നമ്പർ ആർ നോട്ട് ഫുള്ളി ട്രൂ. ഇൻഡെക്സ് നമ്പർ കൃത്യമായിട്ട് ചിലപ്പോൾ അത് സത്യമാവണമെന്നില്ല. ദേ ഡു നോട്ട് ഹെൽപ്പ് ഇൻ ഇൻ്റർനാഷണൽ കമ്പാരിസൺ നടത്തുന്നതിന് ചിലപ്പോൾ അത് ഭരിക്കണമെന്നില്ല. ദേ ആർ പ്രിപ്പയർഡ് വിത്ത് സെർട്ടൻ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അപ്പോൾ ചില സ്പെസിഫിക് ഒബ്ജക്റ്റീവിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇൻഡെക്സ് നമ്പേഴ്സൊക്കെ യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു കളക്ട് റീറ്റെയിൽ പ്രൈസ്, സോ ഇൻഡെക്സ് നമ്പർ ബേസ്ഡ് ഓൺ ഹോൾസെയിൽ പ്രൈസ് മേ ബി മിസ്ലീഡിങ്. അപ്പോൾ ഈ റീറ്റെയിൽ പ്രൈസ് പലപ്പോഴും അതിൽ കാണിക്കാത്തത് കൊണ്ട് തന്നെ ഹോൾസെയിൽ പ്രൈസിൽ നമ്മൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് തെറ്റിദ്ധാരണയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ദെൻ ഇൻഡെക്സ് നമ്പർ ഈസ് യൂസ്ഡ് ഇൻ എക്കണോമിക്സ് ഫോർ പോളിസി മേക്കിംഗ് സബ്സ്റ്റാൻഷിയേറ്റ്. ഇൻഡെക്സ് നമ്പർ നമ്മുടെ രാജ്യത്തുള്ള പോളിസി മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് നമ്പറിൻ്റെ യൂസസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സ് ഏതൊക്കെയുണ്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുക. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ചെയ്യുന്നതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗുണങ്ങൾ ഏതൊക്കെയാണ്, അതിന് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻഡെക്സ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് തുടങ്ങിയവയെക്കുറിച്ച് വിശദീകരിക്കുക.